ഇന്ന് ഒരു കഥ പറയാം. കഥ പറഞ്ഞിട്ട് അതിൻ്റെ സാരമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളൂ. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഒരു ശുരകനുണ്ട്. അപ്പോൾ ശുരകൻ ഭയങ്കര ഹാപ്പിയാണ്. അദ്ദേഹം വരുന്നു, മൂളിപ്പാട്ടൊക്കെ പാടി രാജാവിൻ്റെ താടിയൊക്കെ വടിച്ചു കൊടുക്കുന്നു, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഒരിക്കൽ രാജാവ് ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ സന്തോഷവാനാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ അങ്ങുന്നേ, ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. അപ്പോൾ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി, എന്തുകൊണ്ടാണ് നമുക്ക് ഈ രാജ്യവും ഇത്രയും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷുരകന്റെ അത്രയും സന്തോഷവാനായി ഇരിക്കാൻ സാധിക്കാത്തതെന്ന്? അപ്പൊ മന്ത്രി അതിനൊരു മറുപടി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ക്ഷുരകൻ 99ന്റെ ദൂഷിത വലയത്തിൽ വിട്ടിട്ടില്ലെന്ന്. രാജാവിന് അത്ഭുതമായി. 99ന്റെ ദൂഷിത വലയോ? അതെന്താ അത്? മന്ത്രി പറഞ്ഞു, ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാനത് തെളിയിച്ചു തരാം. അങ്ങനെ അന്ന് രാത്രി രാജാവും മന്ത്രിയും കൂടി വേഷം മാറി നമ്മുടെ ക്ഷുരകന്റെ വീടിന്റെ അടുത്ത് പോയി 99 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ കൂട്ടിയിട്ടു. കഥയിൽ ചോദ്യമില്ലാട്ടോ, അത് വേറെ ആരെങ്കിലും കണ്ടോ, എടുത്തുകൊണ്ട് പോയോ, അങ്ങനെയൊന്നുമില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ക്ഷുരകൻ തന്നെ ഈ സ്വർണ്ണ നാണയങ്ങൾ കാണുന്നു. അദ്ദേഹം അത് എടുത്തുകൊണ്ട് വരുന്നു. എണ്ണി നോക്കിയപ്പോൾ 99 എണ്ണേ ഉള്ളൂ. വീണ്ടും 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 എണ്ണി, 99 എണ്ണേ ഉള്ളൂ. അദ്ദേഹത്തിന് നിരാശയായി. പക്ഷെ കൊട്ടാരത്തിൽ ജോലിക്ക് പോയി. പഴയ ഒരു പ്രസരിപ്പ് പക്ഷെ അന്ന് കണ്ടില്ല. തുടർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്ഷുരകൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ഒരു ഉഷാറില്ല. ആ രാജാവ് ഒരു ദിവസം ചോദിച്ചു, എന്തു പറ്റി, പഴയ ഒരു സന്തോഷം താങ്കൾക്ക് കാണുന്നില്ലല്ലോ എന്ന്. അതിനയാൾ ഒരു മറുപടി പറഞ്ഞു, ഒന്നുമില്ല അങ്ങുന്നേ, കയ്യിൽ കിട്ടിയ ഒരു ഭാഗ്യം തട്ടിത്തെറിച്ചു പോയി. ഞാൻ അതന്വേഷിച്ചിട്ടുള്ള നടപ്പിലാണെന്ന്. കണ്ടോ, ഇതാണ് 99ന്റെ ദൂഷിത വലയം. അയാൾക്ക് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അയാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഉള്ളതിൽ അയാൾ സംതൃപ്തനായിരുന്നു. പക്ഷെ ഒരു 99 നാണയം കിട്ടിയപ്പോൾ അതിനൊന്ന് റൗണ്ട് ഫിഗർ ആക്കാൻ, ഒന്ന് 100 ആക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് അയാൾ. കിട്ടിയതിൽ ഒട്ടും സന്തോഷം തോന്നുന്നില്ല, മറിച്ച് കിട്ടാത്ത ആ ഒരു നാണയത്തിന്റെ പുറകെയാണ്. നമ്മളിൽ പലരും അങ്ങനെയാണ്. ഉള്ളതിൽ സന്തോഷിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഉള്ളത് വെച്ച് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് പടിപടിയായിട്ട് ഉയരാം എന്ന് ചിന്തിക്കാറില്ല. മുഴുവനായി വേണം എന്നല്ലേ നമ്മൾ പലരും ചിന്തിക്കാറ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതിൻ്റെ സാരമോ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട. നിങ്ങൾ തന്നെ ഇതിനെ കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്യും. എന്നിട്ട് 99ന്റെ ദൂഷിത വലയത്തിൽ ആരെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.